ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാഷോട് അമ്മ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഏതോ ഒരു നിമിഷത്തിൽ അവർ പോലും അറിയാതെ അവരുടെ ജീവിതത്തിൽ ദൈവം നടത്തിയൊരു മായാജാലം പോലെയുള്ളൊരു സംഭവമാണ് ഈ ഒരു വിവാഹം. ആ ഒരു കുരുക്ക് അവരുടെ ജീവിതത്തിൽ വീണത് അതൊരു നല്ല കാര്യത്തിനാണെങ്കിലോ സുധാകര എന്ന് പറയുകയാണ്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, അല്ല അമ്മേ, ആ കുട്ടി എന്തൊക്കെ സൗകര്യങ്ങൾ വിട്ടിട്ടാണ് ഈ വീട്ടിൽ വന്ന് താമസിക്കുന്നത്, അതിന് മാത്രം എന്ത് സൗകര്യമാണ് അമ്മേ ഇവിടെ ഉള്ളത് എന്ന് ചോദിക്കുകയാണ്. മോനെ സുധാകര, എന്തൊക്കെ സൗകര്യങ്ങൾ വിട്ടിട്ടാണ് നീ ഈ കമലയെ വിളിച്ച് ഇങ്ങോട്ട് വന്നത്? ഒരു ചെറിയ ചായപ്പുമുറിയിൽ നിന്നല്ലേ നിങ്ങളുടെ ജീവിതം തുടങ്ങിയത്. അങ്ങനെ ഒരു സൗകര്യങ്ങൾ നിൻ്റെ ഭാര്യ വേണ്ടാന്ന് വെച്ചില്ലേ? അതേപോലെ തന്നെയല്ലേ നിൻ്റെ മരുമകളും ചെയ്തത്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, പക്ഷേ ഞങ്ങളുടെ ഉള്ളിൽ പ്രണയം ഉണ്ടായിരുന്നില്ലേ? വർഷങ്ങളോളം നീണ്ടു നിന്ന പ്രണയത്തിനിടയിലല്ലേ അമ്മേ ഞങ്ങൾ ഒരുമിച്ചത്. പക്ഷേ ഇത് അങ്ങനെയല്ലല്ലോ. അതെ, ഇത് നീ പറഞ്ഞത് ശരിയാണ്, അവരുടെ ഉള്ളിൽ പ്രണയമില്ല. പക്ഷേ അത് ഇനി വന്നുകൂടാന്നില്ലല്ലോ. അവർ പ്രണയിക്കട്ടെ, പല രീതിയിലല്ലേ പല കാര്യങ്ങളും നടക്കുന്നത് മോനെ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയാണേ. അപ്പം മാഷ് പറയുന്നുണ്ട്, ശരി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളത്തെ ഈ ഒരു ചടങ്ങ് നടക്കുന്നതോട് കൂടിയിട്ട് ദൈവത്തിന് ഈ ഒരു കാര്യത്തിൽ പ്രത്യേക താല്പര്യമുണ്ടെന്ന് ഞാൻ വിചാരിച്ചോളാം. അങ്ങനെ ഈ ബന്ധത്തെ ഞാൻ അംഗീകരിച്ചോളാം എന്നൊക്കെ മാഷ് പറയുന്നുണ്ട്. അപ്പോൾ അച്ചമ്മ പറയുന്നത് ശരിയാണ്, അങ്ങനെ തന്നെ വേണം കാര്യങ്ങൾ നടക്കാൻ. ഇതൊക്കെ ദൈവത്തിൻ്റെ ഒരു തീരുമാനമാണ് എന്നൊക്കെ പറയും. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, ഇത് ദൈവത്തിൻ്റെ തീരുമാനമാണെന്ന് അമ്മ പറയുന്നത് പോലെ വേദന മുത്തശ്ശിയും പറയാറുണ്ട്. എന്തായാലും അവരൊക്കെ ഈ കല്യാണത്തിന് വരുമല്ലോ. അപ്പോൾ എന്തായാലും ഈ ഒരു ചടങ്ങ് നടക്കട്ടെ. നടന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊരു ദൈവവിധി തന്നെയായിരുന്നു എന്ന് തീരുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യാം എന്ന് മാഷ് അമ്മയോട് പറയാണ് കേട്ടോ. അപ്പം അമ്മയും അത് ശരി, അങ്ങനെ തന്നെ നടക്കട്ടെ എന്നൊക്കെ പറയാണ്. പിന്നീട് കാണിക്കുന്നത് പുളിക്കനും ജോസഫും അതുപോലെ തന്നെ അനിയൻകുട്ടനും കൂടിയിട്ട് മദ്യപിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ബാച്ചിലർ പാർട്ടിയല്ലേ, നീ ഒരു കാര്യം ചെയ്യിടാ ജോസഫെ, വിക്രത്തിനെ കൂടെ വിളിക്കുക. അവനൊന്നും വിളിക്കണ്ട, അവൻ അവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് പറയട്ടോ. എന്തായാലും അവൻ ബാച്ചിലറൊന്നും അല്ലല്ലോ, അവൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായിടാ, കല്യാണം കഴിഞ്ഞെങ്കിലും കന്യകനാണല്ലോ എന്ന് ജോസഫ് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം പറയുന്നുണ്ട്, എന്തായാലും ഈ കല്യാണത്തിൻ്റെ ഇടയിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്നാൽ മതി എന്ന് പറയും. അപ്പോൾ എന്തായാലും ആ കുട്ടിയൊരു വീട്ടുകാരെ സമ്മതിച്ചല്ലോ, അത് തന്നെ ഭാഗ്യം എന്ന് അനിയൻകുട്ടൻ പറയുമ്പോൾ പുളിക്കൻ പറഞ്ഞു, എന്ത് വീട്ടുകാരെ സമ്മതിച്ച്? അവളുടെ ഏട്ടൻ ഇപ്പോഴും ഇതിന് സമ്മതമല്ലല്ലോ, ഇപ്പോഴും കൊല്ലാൻ നടക്കല്ലേ അവനെന്ന് ചോദിക്കുകയാണ്. കൊല്ലാനോ? അപ്പോൾ ആ ആക്സിഡൻറ്റിന് പിന്നിലുള്ളത് ശ്രീകാന്താണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അല്ലാതെ പിന്നെ അത് അവനറിയോ? പിന്നെ അല്ലാതെ അവനറിയാം, ശ്രീൻ സാറിനോട് അവനത് പറഞ്ഞു. പക്ഷേ അവനത് പറഞ്ഞത് ഇപ്പോൾ ഒന്നും ചെയ്യണ്ടെന്നാണ്, ഒറ്റയ്ക്ക് പ്രതികാരം വീട്ടാനായിരിക്കും അല്ലേ, അതറിയില്ല, എന്തോ മനസ്സിൽ വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയും കേട്ടോ. പിന്നീട് കാണിക്കുന്നത് രാത്രി വേദ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഭയങ്കര ഇടിവെട്ടും മഴയൊക്കെയാണ് കേട്ടോ. അപ്പോൾ പുറത്തേക്ക് നോക്കുമ്പോൾ വേദയ്ക്ക് ഭയങ്കര സങ്കടം വരികയാണ്. വേഗത്തിനെ പോയിട്ട് ജനലൊക്കെ അടച്ചിടുന്നുണ്ട്. ഇതേപോലെ തന്നെ വിക്രമും പുറത്തേക്ക് ആ മഴയും ഇടിവെട്ടും ഒക്കെ നോക്കിയിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ വിക്രം ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് കേട്ടോ. വിക്രം മാത്രമല്ല, വേദ തൻ്റെ ജീവിതത്തിലേക്ക് വന്ന് അന്ന് തുടങ്ങിയിട്ടുള്ളൊരു ഭാഗങ്ങളൊക്കെ ഒരു പാട്ടിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോട് കൂടിയിട്ട് ആലോചിക്കുകയാണ് കേട്ടോ. അതിന് ശേഷം വേദ ഒന്ന് കരയാണ്. കരയണ കാണുമ്പോഴത്തേക്കും ശ്രീജ വന്നിട്ട് മോളെ എന്താ കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട്, വരെ എനിക്ക് ഇവിടെ വന്നിട്ട് കരയാൻ തോന്നിയിട്ടില്ല ശ്രീജ എടുത്തി, പക്ഷേ എനിക്ക് ഇപ്പോൾ കരയാൻ തോന്നുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ ശ്രീജ പറയുന്നുണ്ട്, മോളെ ഈ കണ്ണീര് ഇനി വരാൻ പോകുന്ന സന്തോഷത്തിൻ്റെ ആയിരിക്കുള്ളൂ, ഉറപ്പ്, 100% ഉറപ്പുണ്ട് ചേച്ചിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ ശങ്കരനാരായണൻ കല്യാണത്തിന് പോകാനായിട്ട് റെഡി ആയി വരികയാണ്. അപ്പോൾ അച്ഛനത് എങ്ങോട്ടാന്ന് ചോദിക്കുകയാണ്. അതെന്താ നീ എങ്ങോട്ടാന്ന് ചോദിക്കുന്നത്, ഒന്നറിയാത്ത പോലെ നീ വരുന്നില്ലേ എന്ന് ചോദിക്കട്ടോ. അച്ഛൻ എന്തൊക്കെയാണ് പറയുന്നത്, ആ പ്രഹസനം കാണാനായിട്ട് ഞാനും കൂടെ അങ്ങോട്ട് വരണം എന്നാണോ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. പ്രഹസനോ? എന്താടാ നീ പറയുന്നത്, ഇന്ന് അവരുടെ കല്യാണമല്ലേ എന്ന് പറയട്ടോ. അച്ഛൻ വിചാരിക്കുന്നത് പോലൊന്നല്ല കാര്യങ്ങൾ, ഇത് അവൻ്റെ ഒരു പ്രഹസനാണ് എന്ന് പറയട്ടോ. അപ്പോഴേക്കും മുത്തശ്ശിയും പത്മവും ദീപ്തിയും വരികയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശി വന്ന് ചോദിക്കുന്നുണ്ട്, ആരാണ്ടാ പ്രഹസനം കാണിക്കാൻ പോകുന്നത്, നീ എന്തൊക്കെയാണ് പറയുന്നത് മുത്തശ്ശി, നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാത്തതുകൊണ്ടാണ് ഈ പറയുന്നത്. എടാ ഇന്നല്ലേ അവരുടെ കല്യാണം. അപ്പോൾ മുത്തശ്ശിനോട് ശ്രീകാന്ത് പറയാണ്, അതെ ഇതൊക്കെ പ്രഹസനം തന്നെയാണ്, അല്ലാതെ വേറെ എന്താണ്, എന്നെ വർഷയുടെ വീട്ടുകാരും പരിഹസിക്കുകയാണെന്ന് പറയൂ കേട്ടോ. പരിഹസിക്കണോ? എന്തിനാണ് വർഷ നിന്നെ പരിഹസിക്കുന്നത്? ഇത് ഈ വീട്ടിലെ ഒരു ചടങ്ങാണ്, ഈ വീട്ടിലെ മോളുടെ വിവാഹമാണ്, അതിന് വർഷ പരിഹസിക്കേണ്ട കാര്യം എന്താണ്? അവൾ ഈ വീട്ടിൽ വന്നു കയറിയ മരുമകളാണ്, ഈ വീട്ടിലെ തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരമൊന്നും അവൾക്കില്ല. അവളൊരു ഗർഭിണിയായ പെണ്ണല്ലേ, അവൾക്ക് നല്ല കാര്യങ്ങൾ ചിന്തിച്ചൂടെ, എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് എന്ന് പറയും. അപ്പോൾ ശ്രീകാന്ത് പറയും, അവളെ ഇവിടുത്തെ വേദന വിക്രം വലിച്ചു പിടിച്ച് താലി കെട്ടിയ പോലെ ഒന്നുമല്ല ഞാൻ കിട്ടിയത്, നിങ്ങളെല്ലാവരും കൂടെ എന്നെ കെട്ടിപ്പിച്ചതാണ്, മാത്രമല്ല അവളെൻ്റെ അന്യൊന്നുമല്ലല്ലോ, അമ്മേരെ ആങ്ങളേരെ മോളാണ് എന്ന് പറയും കേട്ടോ.
അത് നിൻ്റെ അമ്മയും ഈ വീട്ടിൽ കയറി വന്നതാണ്, നിൻ്റെ ഭാര്യ ഈ വീട്ടിൽ കയറി വന്നതാണ്, ഈ വീട് ജഡ്ജി ശങ്കരനാരായണൻ്റെ വീടാണെന്ന് പറയട്ടോ. അപ്പോൾ പത്മം അമ്മേ പറഞ്ഞു ഇങ്ങോട്ടേ പോകുന്നത്, ആരായാലും പറഞ്ഞ വാക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല, അമ്മയായാലും ശങ്കരേട്ടനായാലും ഞാനായാലും ശ്രീകാന്തായാലും, ഇപ്പം എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിൻ്റെ മോളുടെ വിവാഹമല്ലേ പത്മം, ഈ സമയത്ത് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്? വിവാഹത്തിന് പോകണ്ടാന്ന് ഈ സമയത്ത് പറഞ്ഞാൽ ആ വീട്ടുകാരല്ലേ നാണം കെടാൻ പോകുന്നത്, അതിന് പോകുന്നില്ലെന്ന് ആരാ പറഞ്ഞത്? പത്മം ചോദിക്കുന്നത്. നിൻ്റെ മോൻ തന്നെ എന്ന് പറയാണ് കേട്ടോ മുത്തശ്ശി. അപ്പോൾ ശ്രീകാന്ത് പറയാം, അമ്മയ്ക്കും അച്ഛനൊന്നും ഇതിൽ കാര്യങ്ങൾ അറിഞ്ഞൂടാ, ആ കല്യാണം നടക്കൂല, അവൻ പലരോടായിട്ട് പറഞ്ഞിട്ടുണ്ട്, ആ പന്തലിൽ വെച്ച് അവൻ ഈ കല്യാണത്തിന് സമ്മതമല്ല എന്ന് പറയും. കാരണം അവനെ ജയിലിൽ കയറ്റിയതിനും അവൻ്റെ പേരിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തതിനും ഒക്കെ പ്രതികാരം വീട്ടാനാണ് അവൻ്റെ തീരുമാനം എന്ന് പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്നും നടക്കില്ല മോനെ, നടന്നാൽ അച്ഛൻ നാണം കെടും, അങ്ങനെ നാണം കെടാനായിട്ട് അച്ഛനെ ഞാൻ അനുവദിക്കില്ല എന്ന് പറയാം കേട്ടോ. നിങ്ങൾ പോക്കോ, പക്ഷെ അച്ഛനെ ഞാൻ വിടില്ല എന്ന് പറയാം. അപ്പോൾ ദീപ്തി പറയും, ഒരു കാര്യം ചെയ്യാം, നമുക്ക് പോകാം, ഈ ചടങ്ങൊക്കെ കഴിഞ്ഞ് താലികെട്ട് കഴിഞ്ഞതിന് ശേഷം അച്ഛനെ നമുക്കൊരു മെസ്സേജ് അയച്ചാൽ അപ്പോൾ അച്ഛൻ വന്നാൽ പോരെ, അപ്പോൾ എന്തായാലും വിവാഹം നടക്കുമെന്ന് അറിയാലോ എന്ന് പറയുകയാണേ. അപ്പോൾ ദീപ്തി അങ്ങനെ പറയുമ്പോൾ എല്ലാവരും പത്മം പറയും, ശരിയാണ്, അങ്ങനെ മതി. അപ്പോൾ ശങ്കരനാരായണൻ പറയും, അങ്ങനെയാണ് അവൻ്റെ മനസ്സിലൊരു ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ഒരിക്കലും അവിടെ വന്ന് അപമാനിക്കപ്പെടാനായിട്ട് ഞാൻ വരുന്നില്ല, എന്തായാലും നിങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്നെ വിളിക്കുക, അപ്പോൾ ഞാൻ അവിടേക്ക് വരാം എന്ന് പറയാൻ കേട്ടോ. ശരി, നിങ്ങൾ സന്തോഷത്തോടു കൂടിയിട്ട് പോയിട്ട് വായോ എന്ന് പറഞ്ഞിട്ട് ശങ്കരനാരായണൻ അവിടെ നിൽക്കും കേട്ടോ. ബാക്കി ഒരു 3 പേരും കെട്ട് കഴിഞ്ഞതിന് ശേഷം വിളിച്ച് വിവരറിയിക്കുക, അച്ഛൻ കോടതിയിൽ പോയി എന്നെങ്ങാനും പറഞ്ഞോളാന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ ഇറങ്ങുകയാണ്. പിന്നീട് കാണിക്കുന്നത് വിക്രമിൻ്റെ കല്യാണത്തിൻ്റെ ആഘോഷങ്ങളൊക്കെയാണ് കേട്ടോ. ഒരുപാട് ആൾക്കാരൊക്കെ വന്നിരിക്കുന്നുണ്ട്, ചടങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും തുടങ്ങിയിട്ടും വിക്രം മാത്രം ഒരുങ്ങാണ്ട് അവിടെ അങ്ങനെ റൂമിലിരിക്കുകയാണ്. അപ്പോൾ ജോസഫും അനിയൻകുട്ടനും ഒക്കെ വരുന്നുണ്ട്. നീ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്, നീ ഒരുങ്ങുന്നില്ലേ എന്നൊക്കെ പറയും കേട്ടോ. അപ്പം ഞാനൊന്നും ഒരുങ്ങുന്നില്ല, ഞാനെന്തിനാണ് ഒരുങ്ങുന്നത്, പിന്നെ എന്തിനാണ് നീ ഇത്രയും കാര്യങ്ങൾ ഇവിടെ വരെ എത്തിച്ചത് ഞാനാണോ? ആ തള്ളയാണെന്ന് പറയട്ടെ, ആ തള്ളയും അവളും കൂടിയിട്ടുള്ള പ്ലാനാണ് ഇതൊക്കെ എന്ന് പറയും. എന്നാൽ പിന്നെ നിന്നെ തള്ളനോട് എന്നെ തുറന്ന് പറഞ്ഞൂടെ ഇതൊക്കെ എന്ന് പറയും കേട്ടോ. അതിനുശേഷം ഞാൻ കൂടെ ചോദിക്കുകയാണ്, എടാ നീ ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറാൻ ശ്രമിക്കുന്നത് വേദനയോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. പിന്നെ ഇഷ്ടം, എനിക്ക് അവളോട് ഇഷ്ടമൊന്നുമില്ല. എടാ എന്താണ് അവളോട് നിനക്ക് ഇഷ്ടമില്ലാത്തത്, വേദ ഒരു നല്ല കുട്ടിയല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അതെ, വേദ നല്ല കുട്ടിയാണ്, ഇത്രയും നല്ല കുട്ടീനെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ വേണ്ട, അതാണ് എൻ്റെ തീരുമാനം. അപ്പം അതാണല്ലേ തീരുമാനം, ഈ നല്ല കുട്ടി എന്ന് പറയുന്നത് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അല്ല ബഹുമാനം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒന്നും മിണ്ടാതെ തല കുമ്പിട്ട് വെക്കുകയാണ് കേട്ടോ വിക്രം. അല്ല ബഹുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തിരി കയ്യകലത്തിലല്ലേ നമ്മൾ നിൽക്കുള്ളൂ, പക്ഷെ ഭാര്യ ആയിക്കഴിഞ്ഞാൽ ബഹുമാനം ഉണ്ടെന്നുണ്ടെങ്കിലും ഇത്തിരി അടുത്ത് ഇടപഴകേണ്ടി വരുമല്ലോ, അതുകൊണ്ടാണോ നീ അവളെ വിവാഹം കഴിക്കാൻ സമ്മതിക്കാത്തതെന്നൊക്കെ ചോദിക്കുന്നത്. അനിൻകുട്ട എൻ്റെ കയ്യിൽ നിന്ന് നല്ലത് മേടിക്കും കേട്ടോ എന്ന് പറയാം കേട്ടോ. ഈ വിവാഹത്തിന് ഞാൻ സമ്മതിക്കില്ല, എല്ലാവരും മുന്നിൽ വെച്ചിട്ട് ഞാൻ ആ സമയത്ത് തുറന്ന് വിളിച്ച് പറയും എനിക്ക് ഈ സമ്മതമല്ലാന്ന്. അപ്പോൾ അതോടുകൂടിയിട്ട് ഈ വിവാഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അവസാനിക്കും, എല്ലാ പ്രശ്നങ്ങളും തീരുകയും ചെയ്യും. അവളെ എന്തോ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് വന്നിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവൾ ഈ വീട്ടിൽ എൻ്റെ ഭാര്യയായും വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്നോട് പ്രതികാരം ചെയ്യും, അതാണ് അവളുടെ ഉദ്ദേശം എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ജോസഫ് പറയും, ഇതൊക്കെ നിൻ്റെ തെറ്റിദ്ധാരണയാണ്, എന്തായാലും ഞങ്ങൾ പോകുകയാണ്, നീ എന്തായാലും റെഡിയായി നിൽക്ക്, ശ്രീനിസാർ ഈ കല്യാണത്തിന് വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അതേതായാലും നന്നായി, ശ്രീനിസാർ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ അവളുടെ ഭക്ഷണം തീർന്ന് മാത്രമേ സംസാരിക്കുള്ളൂ, അതും ഒഴിവായല്ലോ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അവർ പോകുകയാണെ. വിക്രമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്നും ഇടാതെ ആലോചിച്ച് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.